ഇപ്പോൾ എല്ലാവരും ഇലക്ഷൻ പ്രചരണത്തിൻ്റെ വീഡിയോകൾ കാണുമ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രദ്ധേയമായി മാറുന്നത് നടൻ പിഷാരടി ഇപ്പോൾ ആര്യയെപ്പറ്റി സംസാരിക്കുന്നൊരു കാര്യമാണ്. പിഷാരടിയും ആര്യയും ഭാര്യയും ഭർത്താവുമാണ് എന്നുപോലും തെറ്റിദ്ധരിച്ചിരുന്ന ഒരു സമയം എല്ലാ മലയാളികൾക്കും ഉണ്ടായിരുന്നു. ബഡായി ബംഗ്ലാവ് എന്നൊരു ഹിറ്റ് പരമ്പരയിൽ അല്ലെങ്കിൽ ആ ഒരു ഷോയിലൂടെയാണ് ഇത്രയും അധികം പ്രേക്ഷകർ ഇവരെ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് തെറ്റിദ്ധരിച്ചത്. ഇപ്പോഴിതാ പാലക്കാട് മത്സരിക്കുന്ന രമേശ് പിഷാരടിക്ക് വേണ്ടി അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ആര്യയും ഒപ്പം നിൽക്കുന്നുണ്ട്. ഒരു സുഹൃത്തെന്ന നിലയിലും അതുപോലെ തന്നെ സന്തത സഹചാരി എന്ന നിലയിലും തന്നെ കൊണ്ട് ആകുന്നത് പോലെ തന്നെ അദ്ദേഹത്തിനെ സഹായിക്കാനാണ് ഇപ്പോൾ ആര്യ എത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വേദിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കവേ ആര്യ പോകുന്നത് കണ്ട് ഒട്ടും മടിയില്ലാതെ മൈക്കിൽ കൂടി ആര്യ ഇപ്പോൾ പോകണ്ട, ഞാൻ കൊണ്ടുവിടാം എന്ന് പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും വളരെയധികം സൗഹൃദം അവിടെ വിളിച്ചോദിക്കുന്ന വരികളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എടി ആര്യ എന്ന് ഉറക്കെയായിരുന്നു വിളിക്കുന്നത്. എടി ആര്യ, നീ ഇപ്പോൾ പോകണ്ട, ഞാൻ വിടാം എന്നായിരുന്നു പിഷാരടി പറഞ്ഞത്. അപ്പോൾ തന്നെ ആര്യ വിളിച്ച വ്യക്തിയോട് ആര്യ പറയുന്നുണ്ട്, എന്നെ വിടുന്നില്ല, എന്നെ വഴക്ക് പറയുന്നു എന്ന്. അത്ര സ്വാതന്ത്ര്യത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഇവർ തമ്മിലുള്ള സൗഹൃദം നേരത്തെയും പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ വാർത്ത കൂടുതൽ പ്രേക്ഷകരും ഏറ്റെടുത്തിരിക്കുന്നതും. പിഷാരടിയും ആര്യയും തമ്മിലുള്ള ഒരു യോജിപ്പ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സൗഹൃദം, പാർട്ട്ണർഷിപ്പ്, അത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാണ്. എപ്പോഴും അത് ആളുകൾ പറയാറുള്ളൊരു കാര്യം കൂടിയാണ്. പിഷാരടിയോടും ആര്യയോടും വളരെയധികം സ്നേഹം പുലർത്തുന്ന പ്രേക്ഷകരാണ് ഇത്തരത്തിൽ പ്രതികരണവുമായി സ്വാഭാവികമായി എത്തുന്നത്. ആരാധകർക്ക് ഇവരുടെ പെയർ വളരെയധികം ഇഷ്ടമാണ്. അത് ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം എന്നത് ബഡായി ബംഗ്ലാവ് തന്നെയാണ് എന്ന് പറയാം. വളരെയധികം സ്നേഹത്തോടെയാണ് ഇപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് പലരും പ്രതികരിക്കുന്നത് എന്ന് പറയാം. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്നൊരു വാർത്തയായി തന്നെ ഇതിനെക്കുറിച്ച് മാറുകയും ചെയ്യുന്നു. അവർ തമ്മിലുള്ള സൗഹൃദമല്ലാതെ അവിടെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എത്ര തിരക്കിലാണെങ്കിലും, അഭിനയവും അവതരണവും ബിസിനസ്സും ഒക്കെയായി തിരക്കിലാണെങ്കിലും, തൻ്റെ സുഹൃത്ത് ഇവിടെ മത്സരിക്കുന്നു എന്നറിഞ്ഞ സുഹൃത്തിൻ്റെ പ്രകടനവും അദ്ദേഹത്തിൻ്റെ സംസാരവും പ്രസംഗവും ഒക്കെ കേൾക്കാൻ ഏറെ കാത്തിരുന്ന ആര്യയെക്കുറിച്ചാണ് ഇപ്പോൾ പ്രേക്ഷകർ സംസാരിക്കുന്നത്. അദ്ദേഹം അവിടേക്ക് എത്താൻ ഏറെ വൈകിയിരുന്നു. ബ്ലോക്കും മറ്റും കാരണമാണ് എന്ന് പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പിഷാരടി പറയുന്നുമുണ്ട്. എന്നാൽ അതിനിടയിൽ തന്നെ ആര്യ ഇറങ്ങിപ്പോകുന്നതുൾപ്പെടെ ശ്രദ്ധിച്ച് ആര്യയോട് പോകണ്ട എന്നും തനിക്ക് വേണ്ടി കാത്തിരുന്നത് കൊണ്ട് തന്നെ താൻ കൊണ്ടാക്കാം എന്നും തൻ്റെ കൂടെ വന്നാൽ മതി എന്നും അത്രയും സ്വാതന്ത്ര്യത്തോടെ ആളുകളുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയുകയായിരുന്നു രമേശ് പിഷാരടി. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.